എൻ്റെ ചോദ്യം പുരുഷന്മാരോടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 20s ഓർമ്മയുണ്ടോ? ഭയങ്കര എനർജി, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. സ്പോർട്സ് ആവട്ടെ, ഗെയിംസ് ആവട്ടെ, ലേറ്റ് നൈറ്റിലുള്ള പാർട്ടീസ് ആവട്ടെ, പോരാത്തതിന് വളരെ കൂടിയ സെക്ഷൽ ഡ്രൈവും. നിങ്ങളുടെ 20s നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എനർജി എല്ലാം ടെസ്റ്റോസ്റ്റെറോൺ കാരണമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റോസ്റ്റെറോൺ എന്താണെന്നും ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്നും, ടെസ്റ്റോസ്റ്റെറോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും സപ്ലിമെൻറ്റ്സും ഇഞ്ചെക്ഷൻസും ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ടെസ്റ്റിനെ കുറിച്ചും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ഒറ്റ തവണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ടെസ്റ്റോസ്റ്റെറോൺ എന്താണെന്ന് പറയാം. മെയിൽസ് അഥവാ പുരുഷന്മാരുടെ മെയിൻ ആയിട്ടുള്ള സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസത്തിന് മെയിൻ കാരണം ടെസ്റ്റോസ്റ്റെറോൺ ആണ്. മെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ എല്ലാം കാരണം ടെസ്റ്റോസ്റ്റെറോൺ ആണ്. ടെസ്റ്റസിൽ നിന്നും സ്പേം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്റെറോൺ വേണം. മെയിൽ ഫെർട്ടിലിറ്റിക്കും ടെസ്റ്റോസ്റ്റെറോൺ അത്യാവശ്യമാണ്. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ആദ്യത്തെ 6 ആഴ്ചകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസും ഫീമെയിൽസും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ 6 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽസിലുള്ള Y ക്രോമസോം കാരണം ടെസ്റ്റോസ്റ്റെറോൺ ഉൽപ്പാദിച്ചു തുടങ്ങും. അതേസമയം ഫീമെയിൽ ഫീറ്റസിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ കുറവ് കാരണം മുള്ളേരിയൻ ഹോർമോൺസ് കാരണം ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഉണ്ടായി വരുന്നത്. 7ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും മെയിൽ ഫീറ്റസിൻ്റെ ടെസ്റ്റസ് ഇൻഗ്വൈനൽ കനാൽ വഴി സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരണം. അത് ജനിച്ചിട്ടും 4 മുതൽ 6 മാസം കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ ഇഞ്ചെക്ഷൻസിനെ കൊണ്ട് അത് ഡിസെൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. ഇനി ടെസ്റ്റോസ്റ്റെറോണിൻ്റെ പുരുഷന്മാരിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അത് പ്രൈമറി സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റസിനെ ഡിസെൻഡ് ചെയ്ത് സ്ക്രോട്ടത്തിലേക്ക് എത്താൻ ടെസ്റ്റോസ്റ്റെറോൺ വേണം. സ്പെർമറ്റോജെനസിസ് അതായത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ ടെസ്റ്റോസ്റ്റെറോൺ വേണം. ടെസ്റ്റിസിൻ്റെയും പെനിസിൻ്റെയും എൻലാർജ്മെൻറ്റിനും ടെസ്റ്റോസ്റ്റെറോൺ വേണം. പോരാത്തതിന് ലിബിഡോ വർദ്ധിപ്പിക്കാൻ, ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡ്രൈവാണ്, അത് വർദ്ധിപ്പിക്കാനും ടെസ്റ്റോസ്റ്റെറോൺ അത്യാവശ്യമാണ്. പക്ഷേ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഫങ്ഷൻസ് അവിടെയൊന്നും നിൽക്കുന്നില്ല. പുരുഷന്മാരിൽ സെക്കൻഡറി സെക്ഷൽ ഡെവലപ്മെൻറ്റിനും ടെസ്റ്റോസ്റ്റെറോൺ വേണം. സെക്കൻഡറി സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഉദാഹരണങ്ങളാണ് മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ, ആൺകുട്ടികൾക്ക് പ്യൂബേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വോയിസിലുണ്ടാകുന്ന ഡീപ്പനിങ്, വോയിസിലുണ്ടാകുന്ന ചേഞ്ചസ്, പ്യൂബേർട്ടിയിലുണ്ടാകുന്ന ആനബോളിക് ചേഞ്ചസ്, അത് കാരണമാണ് മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. ലോങ് ബോൺസിൻ്റെ എൻഡിലുള്ള എപ്പിഫൈസിയൽ ഗ്രോത്ത് പ്ലേറ്റ്, അവിടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ടെസ്റ്റോസ്റ്റെറോൺ വേണം. അതങ്ങനെയാണ് ടെസ്റ്റോസ്റ്റെറോൺ കാരണം ഹൈറ്റ് കൂടുന്നത്. ഹൈറ്റ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. മസിലിൻ്റെ മാസ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ സിന്തസിസിനും പുതിയ റെഡ് ബ്ലഡ് സെൽസ് നിർമ്മിക്കാനും ടെസ്റ്റോസ്റ്റെറോണിന് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറഞ്ഞു വരും. ടെസ്റ്റസിൻ്റെ സൈസ് കുറഞ്ഞു വരും, മസിൽ ലോസ് ഉണ്ടാവും, ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ പുരുഷന്മാർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്, ബോൺസ് കുറച്ചും കൂടി ബ്രിട്ടിൽ ആവുന്നത്, പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവുന്നത്. സെക്ഷൽ ഡ്രൈവ് കുറയും, ഫാറ്റിൻ്റെ അളവ് കൂടി വരും, അനീമിയ ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഇനി ടെസ്റ്റോസ്റ്റെറോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോമിഗ്രാനൈറ്റ് അല്ലെങ്കിൽ അനാർ, അവക്കാഡോ. വെജിറ്റബിൾസിൽ വരുന്നുണ്ട്, പ്രത്യേകിച്ചും ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്. ജിഞ്ചർ അഥവാ ഇഞ്ചിയിലുണ്ട്, മറ്റ് വെജിറ്റബിൾസിലും അടങ്ങിയിട്ടുണ്ട്. ഫാറ്റി ഫിഷും ഫിഷ് ഓയിലിലും ടെസ്റ്റോസ്റ്റെറോൺ അടങ്ങിയിട്ടുണ്ട്. ഷെൽ ഫിഷും ഓയിസ്റ്ററിലും നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്റെറോൺ അടങ്ങിയിട്ടുണ്ട്. മുട്ടയിലും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും റെഡ് മീറ്റ്, ഉദാഹരണത്തിന് ബീഫ്, മട്ടൺ, പോർക്ക്, ഇതിലെല്ലാം ടെസ്റ്റോസ്റ്റെറോൺ അടങ്ങിയിട്ടുണ്ട്. അധികം ആൾക്കാർക്കുള്ളൊരു സംശയമാണ് സോയ് പ്രോട്ടീൻ, സോയ് ബീൻസോ അല്ലെങ്കിൽ സോയ് ചങ്ക്സോ സോയ് മിൽക്കോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഈസ്ട്രജൻ കൂടുതലുള്ളത് കാരണം ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറയ്ക്കുമോ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ടെസ്റ്റോസ്റ്റെറോൺ വർദ്ധിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ ഉദാഹരണങ്ങൾ അത് മാത്രം കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ബാലൻസ്ഡ് ഡയറ്റാണ്. ഒരൊറ്റ ടൈപ്പിലുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്നതിനേക്കാളും എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ബാലൻസ്ഡ് ആക്കി കഴിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ടാണ് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നത്, ടെസ്റ്റോസ്റ്റെറോൺ കൂടുതൽ കിട്ടാൻ ഞാൻ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഉദാഹരണമെല്ലാം നിങ്ങൾ കഴിക്കാതെ മാറ്റി വെച്ചതായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നുള്ളത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബോഡിയിൽ കൊളസ്ട്രോളിൽ നിന്നുമാണ് ടെസ്റ്റോസ്റ്റെറോൺ നിർമ്മിക്കുന്നത്, നമ്മളുടെ ടെസ്റ്റസിൽ നിന്നും. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടെസ്റ്റസിലുള്ള ലേഡിക് സെൽസിൽ
ല്യൂട്ടനൈസിങ് ഹോർമോൺ അല്ലെങ്കിൽ LH എന്ന് പറയുന്ന ഹോർമോൺ ഉപയോഗിച്ചിട്ടാണ് കൊളസ്ട്രോളിനെ ടെസ്റ്റോസ്റ്റെറോൺ ആക്കി മാറ്റുന്നത്. ഇനി LH എന്ന് പറയുന്ന ഹോർമോൺ ആവട്ടെ ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. ഇനി ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ കൂടുതലാണോ കുറവാണോ നോർമൽ ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാമ്പിൾ. വീനസ് ബ്ലഡ് തന്നെയാണ്. കഴിയുന്നതും രാവിലെ 8 മണിൻ്റെയും രാവിലെ 10 മണിൻ്റെയും ഇടയിൽ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നോർമൽ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ പറയുന്നത് പല ലാബിലും വ്യത്യാസം ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൽസിൽ പറയുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 350 നാനോഗ്രാംസ് പെർ ഡെസിലിറ്റർ മുതൽ 750 നാനോഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. NG ആണ്, നാനോഗ്രാം ആണ്. ഇത് അഡൽട്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റ് ചില ലാബിൽ നിങ്ങൾക്ക് 300 മുതൽ 1000 വരെയൊക്കെ കാണാം. നിങ്ങളുടെ 20s ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ, ടോട്ടൽ ടെസ്റ്റോസ്റ്റെറോൺ ലെവലിൻ്റെ കാര്യമാണ് പറയുന്നത്, അത് 1000ൻ്റെ അടുത്തുണ്ടാവണം. നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റെറോൺ കുറവാണ്, നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റെറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ 3 മുതൽ 6 മാസം കഴിയുമ്പോൾ ഈ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള വാല്യൂ ടോട്ടൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ആണ്. ടോട്ടൽ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡിൽ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് ആൽബുമിൻ അല്ലെങ്കിൽ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ. ഇത്തരത്തിലുള്ള പ്രോട്ടീൻ ഒന്നും ബൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ടെസ്റ്റോസ്റ്റെറോണിനെ നമ്മൾ ഫ്രീ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയും. ആ ടെസ്റ്റ് കുറച്ചും കൂടി റിലയബിൾ ആണ്, പക്ഷേ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ്. നിങ്ങൾക്ക് ടോട്ടൽ ടെസ്റ്റോസ്റ്റെറോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലാബിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 500 റുപ്പീസിൻ്റെ അടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രീ ടെസ്റ്റോസ്റ്റെറോൺ ആണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 1000 മുതൽ 1500 റുപ്പീസ് വരെയൊക്കെ ചാർജ് ഈടാക്കിയേക്കാം. ഇനി ടെസ്റ്റോസ്റ്റെറോൺ പുരുഷന്മാർക്ക് മാത്രമുള്ള ഹോർമോൺ അല്ല, സ്ത്രീകളിലും ഉണ്ടാവും. പക്ഷേ അവരുടെ ലെവൽ കുറവായിരിക്കും. സാധാരണ രീതിയിൽ 15 മുതൽ 70 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ് സ്ത്രീകളിലുള്ള അഡൽട്ട് ലെവൽ എന്ന് പറയുന്നത്. സ്ത്രീകളിലെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളത്. അതിന് ഹൈപ്പർ ആൻഡ്രോജനിസം എന്ന് പറയും. സ്ത്രീകളിലെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാലാണ് പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം. ഇനി പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് തന്നെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ടെസ്റ്റ് നിങ്ങൾ ചെയ്തു, അത് കുറവാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റ് പലതരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. കാരണം എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ടെസ്റ്റിസിലുള്ള പ്രശ്നമാണോ, അതോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള പ്രശ്നമാണോ, ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള മറ്റൊരു ഗ്ലാൻഡ്, അതിൻ്റെ പ്രശ്നമാണോ. അതിന് പിറ്റ്യൂട്ടറിയിൽ നിന്നും വരുന്ന ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യാം, സിമൻ അനാലിസിസ് ചെയ്യാം, MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞേക്കാം, ചിലപ്പോൾ ടെസ്റ്റിസിൻ്റെ ബയോപ്സി ചെയ്യാൻ പറയാം, ജനറ്റിക് സ്റ്റഡീസ് ചെയ്യാൻ പറഞ്ഞേക്കാം. ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഈ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് റുട്ടീൻലി എഴുതുന്ന ഒരു ടെസ്റ്റ് അല്ല ഈ പറയുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞ ടെസ്റ്റ്. നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ എഴുതുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ലാബിൽ പോയി ചെയ്യാവുന്നതുമാണ്. ചില ഡോക്ടർമാർ ടെസ്റ്റോസ്റ്റെറോൺ ടെസ്റ്റ് ചെയ്യേണ്ടെന്നും പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അടുത്തതായി ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം. ഇതാണ് പുരുഷന്മാർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആദ്യമായി പറയാനുള്ള സിംറ്റംസ് ലോ ലിബിഡോ ആണ്. അതായത് സെക്ഷൽ ഡ്രൈവ് കുറയാം, ലോ എനർജി ലെവലായിരിക്കും, കാര്യങ്ങൾ ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ഉഷാറുണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല, ചിലപ്പം രക്തക്കുറവ് പോലെ ഉണ്ടാവാം, എനീമിയ ഉണ്ടാവാം, ബോൺ ഡെൻസിറ്റി കുറയാം, മസിൽ മാസ് കുറയാം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരാം, ബ്രെയിൻ ഫോഗിനെസ് ഉണ്ടാവാം, ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം, ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. പക്ഷേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ കാരണം ടെസ്റ്റോസ്റ്റെറോൺ കുറയുന്നത് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. സൈക്കോജനിക് കോസസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാവാം. വാസ്കുലർ കോസസ് ഉണ്ട്, പിനിസിലേക്ക് വരുന്ന ബ്ലഡ് ഫ്ലോ കുറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം. ന്യൂറോജനിക് കോസസ് ഉണ്ട്, അതായത് ഏതെല്ലാം നെർവ്സ് വർക്ക് ചെയ്തിട്ടാണോ പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതും പെനിസിൽ ബ്ലഡ് കുറേ സമയം നിലനിർത്തുന്നതും ആ നെർവ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. ലാസ്റ്റ് കോസാണ് ഹോർമോണൽ പ്രശ്നം എന്ന് പറയുന്നത്. ഹോർമോണൽ പ്രശ്നം ടെസ്റ്റോസ്റ്റെറോൺ കുറയുന്നതുകൊണ്ടാവാം. അങ്ങനത്തെ കണ്ടീഷനിൽ ടെസ്റ്റോസ്റ്റെറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീനെ കൊണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞു പോയാൽ പുരുഷന്മാർക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉദ്ധാരണശേഷി കുറഞ്ഞു പോവാം. കൗമാരപ്രായം എത്താത്ത ആൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്യൂബർട്ടി ഡിലേഡ് ആവാം, അലോപീഷ്യ ഉണ്ടാവാം, അതായത് ഹെയർ ലോസ് ഉണ്ടാവാം. അത് DHT എന്ന് പറഞ്ഞാൽ വേറൊരു തരം ടെസ്റ്റോസ്റ്റെറോൺ കാരണമാണ്. ഇനി നിങ്ങൾ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലെവൽ 300ൻ്റെ താഴെ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കാണാവുന്നതാണ്. ഇവിടെയും വേരിയേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചില പുരുഷന്മാർക്ക് 500 ടോട്ടൽ ടെസ്റ്റോസ്റ്റെറോൺ വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പം ഇങ്ങനത്തെ സിംറ്റംസ് അനുഭവപ്പെടാം. ഇനി ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിംറ്റംസ് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള കണ്ടീഷൻസിനും അതൊരു റിസ്ക് ഫാക്ടർ ആവാം. ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം, ഡയബറ്റിസ് ഉണ്ടാവാം, മെറ്റബോളിക് കണ്ടീഷൻസ് ഉണ്ടാവാം.
ബ്ലഡ് പ്രഷർ കൂടാം, പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ബോൺ ലോസ് ഉണ്ടാവാം. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതെന്ന് പറയാം. സാധാരണ രീതിയിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയും. അതുകൂടാതെ ചില പ്രത്യേക തരത്തിലുള്ള മെഡിസിൻസ്, പ്രത്യേകിച്ചും കീമോതെറാപ്പി, ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നിനെ കൊണ്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാം. പിറ്റ്യൂട്ടറിൻ്റെയോ ഹൈപ്പോതലാമസ് ഗ്ലാൻഡിൻ്റെയോ പ്രശ്നങ്ങളാവാം, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണോ, FSHO, LH അങ്ങനത്തെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. ക്ലൈൻഫെൽട്ടർ സിൻഡ്രം പോലത്തെ ജനറ്റിക് കണ്ടീഷൻസിനെ കൊണ്ടും ഹൈപ്പോഗൊണാഡിസം, അതായത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ ഉണ്ടാവാം. ഇനി എങ്ങനെയൊക്കെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയാം. ഇത് മെയിനായിട്ടും പുരുഷന്മാർക്കാണ് ബാധകമായിട്ടുള്ളത്. അത് നാച്ചുറലായിട്ടും 6 വഴികളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക. നിങ്ങളുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ, പൊണ്ണത്തടി ഉണ്ടാകുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് സെൽസ് കൂടും. ഫാറ്റ് ടിഷ്യൂ കൂടുന്നതിനനുസരിച്ച് തന്നെ ഫാറ്റ് ടിഷ്യൂവിലുള്ള ഒരു പ്രത്യേകതരം എൻസൈം നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിനെ ഇസ്ട്രാഡയോൾ ആക്കി മാറ്റും, അതായത് ഫീമെയിൽ സെക്സ് ഹോർമോൺ. പലതരത്തിലുള്ള സ്റ്റഡീസിലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ശരിക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാം. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയുണ്ട്. രണ്ടാമത്തെ വഴി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് മാത്രമല്ല, നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും. പക്ഷേ ഏത് തരത്തിലുള്ള എക്സസൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ആണ്. ഏത് തരത്തിലുള്ള എക്സസൈസ് ആണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്റ്റഡീസും ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്റ്റഡിയിൽ അവർ എല്ലാ പാർട്ടിസിപ്പൻസിനെയും 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് വെറും റണ്ണിങ് എക്സസൈസ് ആണ് ചെയ്തത് 45 മിനിറ്റ് സമയം വരെ. രണ്ടാമത്തെ ഗ്രൂപ്പിൽ അവർ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് ചെയ്തത്. അതായത് 90 സെക്കൻഡ് വരെ ഏറ്റവും ഹയസ്റ്റ് ഇൻറ്റൻസിറ്റിയിൽ എക്സസൈസ് ചെയ്തു. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 90 സെക്കൻഡ് അവർ റെസ്റ്റ് എടുത്തു. അങ്ങനെ അവർ 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തു. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നോക്കാൻ. അത് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ മുമ്പേയും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് 3 സാമ്പിൾസാണ് എടുത്തത്. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്തവർക്കാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറച്ച് കൂടുതലെന്നാണ്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും പറ്റിയ എക്സസൈസ് അല്ല. വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. മൂന്നാമത്തെ പോയിന്റ് ഡയറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില പ്രത്യേക തരത്തിലുള്ള ഫുഡുണ്ട്. മെയിനായിട്ടും പ്രോസസ്ഡ് ഫുഡാണ്. പാക്കറ്റിൽ വരുന്ന ഫുഡ്, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ളത്, ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ്, ജങ്ക് ഫുഡ്, കൂടുതൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡ്, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കണം. ആൽക്കഹോളിസം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കുന്നുള്ളത് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഡയറ്റ്സ് ഏതൊക്കെയാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്തി കീറ്റോ ഡയറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റുന്ന സ്റ്റഡീസിൽ പറയുന്നുണ്ട്. US നടത്തിയിട്ടുള്ള ഒരു നാഷണൽ വൈഡ് സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, പുരുഷന്മാർ അവരുടെ ഭക്ഷണത്തിൽ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ ഫാറ്റിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും കുറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഡയറ്റിൽ ഫാറ്റിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യാത്ത പുരുഷന്മാരുടെ അളവ് നോക്കുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നോർമലായി നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിനർത്ഥം നിങ്ങൾ കൂടുതൽ ഫാറ്റ് കഴിക്കണമെന്നല്ല. നിങ്ങൾ നോർമൽ വെയിറ്റ് ആണ്, നിങ്ങൾ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഓവർ വെയിറ്റ് ആണ്, ഒബീസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വെയിറ്റ് ലോസിലാണ്. വെയിറ്റ് നിങ്ങളുടെ നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ ആദ്യം ശ്രമിക്കുക. നാലാമത്തെ വഴി നല്ല ഉറക്കമാണ്. വർഷങ്ങളായി ആവറേജ് ഇന്ത്യൻ കിടന്നുറങ്ങുന്നതിന് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു രാത്രിയിൽ 7.5 മണിക്കൂർ കിടന്നുറങ്ങണം എന്നാണ് പറയുന്നത്. US നടത്തിയിട്ടുള്ള മറ്റൊരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയം ഓരോ മണിക്കൂർ കുറയുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് 6 പോയിന്റ് വീതം കുറയുന്നതാണ്. നല്ല ഉറക്കത്തിനെ പറ്റിയിട്ടും ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നെക്സ്റ്റ് വഴി എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ആവാം, പ്ലാസ്റ്റിക് ആവാം, പ്ലാസ്റ്റിസൈസേഴ്സ് ആവാം. ഇത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ചിലപ്പോൾ അടങ്ങിയിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് കണ്ടെയ്നിങ് ബോട്ടിൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാത്രങ്ങളോ നിങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം മെയിൻലി BPA. അതുകൊണ്ട് BPA ഫ്രീ ആയിട്ടുള്ള യൂട്ടൻസിൽസ് ചൂസ് ചെയ്യുക. കഴിയുന്നതും ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ അത്തരത്തിലുള്ള യൂട്ടൻസിൽസ് ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുക. ഈ പറയുന്ന കെമിക്കൽസൊക്കെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് ആണ്. നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻഡോക്രൈൻ പ്രോസസ്സിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കുന്നതും ഇത്തരത്തിലുള്ളൊരു എൻഡോക്രൈൻ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കാനും ഈ പറയുന്ന കെമിക്കൽസിന് സാധിക്കും. ഈ പറയുന്ന കെമിക്കൽസിന് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് പുറമെ ക്യാൻസർ ഉണ്ടാക്കാനും
മെറ്റബോളിക് കണ്ടീഷൻസ് ഉണ്ടാക്കാനും ഡയബറ്റീസ് ഉണ്ടാക്കാനും ഒബീസിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക. 6ാമത്തെ വഴി സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കുക. സ്ട്രെസ് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ കൂടും. കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയും. നമുക്ക് ഓരോരുത്തർക്കും സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പലതരത്തിലുള്ള വഴികളുണ്ട്. മെഡിറ്റേഷൻ ഉണ്ട്, ബുക്ക് വായിക്കാം, മ്യൂസിക് കേൾക്കാം, എക്സസൈസ് ചെയ്യാം, നടക്കാൻ പോവാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങളും കണ്ടുപിടിക്കുക. ഇനി പറയാനുള്ളത് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീനെ കുറിച്ചാണ്. അതായത് ടെസ്റ്റോസ്റ്ററോൺ ആർട്ടിഫിഷ്യലി നിർമ്മിക്കുന്നത് ശരീരത്തിലേക്ക് കയറ്റാൻ പലതരത്തിലുള്ള വഴികളുമുണ്ട്. ഇത് സേഫാണ്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റിനെ കൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നില്ല, പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല. പണ്ട് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ളത് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് കാരണം ഹാർട്ട് ഡിസീസ് ഉണ്ടാവാമെന്നാണ്. പിന്നീട് അത് തെറ്റായിരുന്നു എന്നുള്ള രീതിയിലും സ്റ്റഡീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിലാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുകയെന്നാണ്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് അതുകൊണ്ട് സേഫാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ സ്ട്രോക്കോ ഒന്നും വരാൻ ചാൻസസ് ഇല്ല. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നോക്കി അത് കുറവാണെന്നുണ്ടെങ്കിലാണ് TRT അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തുടങ്ങുന്നത്. ഇനി എന്തൊക്കെ രൂപത്തിലാണ് ഇത് ടെസ്റ്റോസ്റ്ററോൺ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഇഞ്ചെക്ഷൻസ് ആണ്. ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നത് പോലെ തന്നെ സ്കിന്നിൻ്റെ അടിയിലോ അല്ലെങ്കിൽ മസിലിലേക്കോ ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ ആണ് മോസ്റ്റ് എഫക്റ്റീവ് ഫോം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി ഇഞ്ചക്ഷൻ കൂടാതെ പലതരത്തിലുള്ള ജെൽസ് ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. ഇത് പ്രത്യേക രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നേസൽ പെല്ലറ്റ്സ് ഉണ്ട്, പാച്ചസ് ഉണ്ട്. തൈസിലും കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന പാച്ചസ് അവൈലബിൾ ആണ്. ഇനി TRTക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. ഉദാഹരണത്തിന് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ടും. മുഖക്കുരു ഉണ്ടാവാം, ആക്നെ ഉണ്ടാവാം. നമ്മൾ പുറത്തുനിന്ന് എക്സോജനസ്ലി ടെസ്റ്റോസ്റ്ററോൺ എടുക്കുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റിസ് ചിലപ്പം വർക്ക് ചെയ്യാതെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിന് ടെസ്റ്റിക്കുലർ അട്രോഫി എന്ന് പറയും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അവസാനമായിട്ട് പറയാനുള്ളത് ഹൈ ടെസ്റ്റോസ്റ്ററോൺ ലെവലിനെ കുറിച്ചാണ്. പുരുഷന്മാർക്ക് ഇത് സാധാരണ കാണാറില്ല, വളരെ റെയറാണ്. പക്ഷെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടി പോകുന്നതാണ് സ്ത്രീകളുടെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് അവർക്ക് PCOD പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടാവുന്നത്, മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അവർക്ക് ഹിർസ്യൂട്ടിസം ഉണ്ടാവാം, അതായത് മെയിൽ പാറ്റേൺ ഹെയർ അവർക്ക് ഉണ്ടാവാം, സ്ത്രീകൾക്ക് മീശ പോലെ ഉണ്ടാവാം. പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടി പോകുന്നത് റെയറാണ്. പക്ഷെ ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ട്യൂമർ ആവാം, ടെസ്റ്റസിൽ ഉണ്ടാവുന്ന ട്യൂമർ ആവാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ബാധിക്കുന്ന ട്യൂമർ ആവാം. മസിൽ മാസ് കൂട്ടാനോ അല്ലെങ്കിൽ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ, ആനബോളിക് സ്റ്റീറോയിഡ്സ് കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടി പോവാം. ഇനി നേരത്തെ പറഞ്ഞ TRT, അതായത് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അത് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് കൂടിക്കഴിഞ്ഞാലോ ഇഞ്ചക്ഷൻ കൂടുതൽ വെച്ച് കഴിഞ്ഞാലോ അതിനെ കൊണ്ടും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടിപ്പോകാം. ഇനി നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡോഫോഡിയിലുള്ള സെക്ഷൽ മെഡിസിൻ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലേ? നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറവാണോ നോർമലാണോ? ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടെസ്റ്റോസ്റ്ററോണിനെ പോലെ മറ്റ് പല ടെസ്റ്റുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ടെസ്റ്റിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.